ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലും മാത്തമാറ്റിക്കലും അതേപോലെ മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്യുന്നതാണ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാത്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ റാൻഡംനെസ്സിനാണ് ആൻഡ് അൺസർട്ടനിറ്റീനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. നമുക്കൊരു കാര്യം നടക്കുമോ നടക്കില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അല്ലേ, സാധ്യതയെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ അവിടെ. ഇറ്റ് അലൗസ് us to quantify and make sense of the likelihood of different outcomes in certain situations. ചില ഉറപ്പില്ലാത്ത അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഏതൊക്കെ തരത്തിലുള്ള ഔട്ട്കംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണ് പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പം പറയാം, ഒരു ലോട്ടറി എടുത്തു, അത് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും. അതേപോലെ തന്നെ ഗെയിമിൽ ആര് ജയിക്കും അല്ലെങ്കിൽ ജയിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ബിസിനസ്സിൽ റിസ്ക് എങ്ങനെയാണെന്നുള്ളത്, അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പ്രോബബിലിറ്റി കണക്കാക്കുമ്പോൾ എപ്പോഴും ആൻസർ എവിടെ വരുള്ളൂ, 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും. 0 പറഞ്ഞാൽ ഒന്നുമില്ല, 1 പറഞ്ഞാൽ അത് ഹാപ്പൺ ചെയ്തു, അത് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ആ സംഭവം ഒരു ഈവൻറ്റ്, അത് ഇമ്പോസിബിളാണ്, ആരെ കൊണ്ടും ചെയ്യാൻ സാധ്യമല്ലാത്ത. 1 എന്ന് പറഞ്ഞാൽ എന്താ, ഉറപ്പായിട്ടും അത് സംഭവിക്കും എന്ന് പറയുന്ന. 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ വന്നു കഴിഞ്ഞാൽ എന്താ, അത് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസുകളെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം, നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ രണ്ട് ഔട്ട്കമ്മേ അതിൽ വരുള്ളൂ, ഒന്നില്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. സിൻസ് ദീസ് ഔട്ട്കംസിൻ്റെ ആ ഒരു ഔട്ട്കം ഉണ്ടാവാനുള്ള സാധ്യത എങ്ങനെയാണ്, 50-50 ആണ്. നമുക്കറിയാം 50% ഹെഡ് ഉണ്ടാവാനും 50% ടെയിൽ വരാനും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് വെച്ചിട്ടാണ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു പ്രോബബിലിറ്റിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്കിത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റിസ്കിനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻഷുറൻസ്, ഫിനാൻസ്, എഞ്ചിനീയറിംഗ് ആ മേഖലയിൽ വരുന്ന റിസ്കുകളൊക്കെ അസസ് ചെയ്യാം. സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകളിലൊക്കെ ഉപയോഗിക്കാം. ആൻഡ് നമ്മുടെ എവ്രി ഡേ ലൈഫിലും നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണമെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി തിയറിയിലേക്ക് വരികയാണ്. അതിലാദ്യം നമ്മൾ പഠിക്കണം, ചില ടേംസ് ഇതിൽ പഠിക്കാനുണ്ട്. പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കുറച്ച് ടേമുകളുണ്ട്. ടെർമിനോളജി എന്ന് പറയും. അതിലാദ്യം പഠിക്കേണ്ടതാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി ഈ പ്രോബബിലിറ്റിയിലെ ടേമുകളെ കുറിച്ച് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടേമാണ് റാൻഡം എക്സ്പെരിമെൻ്റ്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ദ ഔട്ട്കംസ് ഈസ് നോട്ട് നോൺ വിത്ത് സർട്ടനിറ്റി. നമുക്ക് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയാനും പറ്റില്ല, അത് നമുക്ക് ഉറപ്പായി സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് കനോട്ട് ബി പ്രെഡിക്റ്റഡ്. ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. പ്രെഡിക്റ്റീവ് അനലിറ്റിക്സിൽ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന എന്താണ്, റാൻഡം എക്സ്പെരിമെൻറ്റ് സച്ച് ആസ് പ്രെഡിക്റ്റിംഗ് ക്വാർട്ടർലി റവന്യൂ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ക്വാർട്ടർലി റവന്യൂ അല്ലെങ്കിൽ കസ്റ്റമർ ചേൺ, അതായത് കസ്റ്റമർ ലൈക്ക് ചെയ്യുന്നുണ്ടോ, ഓർ ഹൗ മെനി കസ്റ്റമേഴ്സ് ലൈക്ലി ടു ചേൺ ബിഫോർ നെക്സ്റ്റ് ക്വാർട്ടർ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ നോക്കാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. പ്രൊഡക്റ്റിന് ഡിമാൻഡ് എത്രത്തോളം ഫ്യൂച്ചർ ടൈം പീരീഡിൽ ഉണ്ടാവും. യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര വ്യൂസ്, നമുക്ക് നമ്പർ ഓഫ് വ്യൂസ് ഉണ്ടായിരിക്കും. ഫുട്ബോൾ മാച്ചിൽ ജയിക്കാനുള്ള സാധ്യത ആർക്കാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ റാൻഡം എക്സ്പെരിമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് ദാറ്റ് കൺസിസ്റ്റ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ആൻ എക്സ്പെരിമെൻ്റ്. ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ നടത്തുമ്പോൾ അതിലുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ റിസൾട്ടിനെയും കൂടി പറയുന്നതാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പിൾ സ്പേസ് പറയുമ്പം എല്ലാ ഔട്ട്കംസും ആണ് അവിടെ വരുന്നത്. യൂഷ്വലി റെപ്രസെൻറ്റഡ് യൂസിങ് ദ ലെറ്റർ. ഈ സാമ്പിൾ സ്പേസിനെ നമ്മൾ എസ് എന്ന വേർഡ് കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഔട്ട്കം ആണെങ്കിൽ അതിനെ എലമെൻ്ററി ഈവൻറ്റ്സ് എന്നും പറയും. അപ്പോൾ അതിൽ ഔട്ട്കംസിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഫുട്ബോൾ മാച്ച് സാമ്പിൾ സ്പേസ് എസ് എന്ന് പറഞ്ഞാൽ വിൻ ചെയ്യാം, ഡ്രോ ആവാം, ലോസ് ആവാം. പ്രഡിക്റ്റിംഗ് കസ്റ്റമർ ചോൺ അറ്റ് ദ ഇൻഡിവിജ്വൽ കസ്റ്റമർ ലെവലിലേക്ക് വരുമ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെയായി. അങ്ങനെയാണ് അത് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ഔട്ട്കമ്മിൻ്റെയും ടോട്ടൽ, അതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ. ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാമ്പിൾ സൈസ് എന്താ, എല്ലാ ഔട്ട്കംസും ചേർന്നതാണ്. അതിൻ്റെ ഒരു
സബ്സെറ്റ് ആണ്. പ്രോബബിലിറ്റി ഈസ് യൂഷ്വലി കാൽക്കുലേറ്റ് വിത്ത് റെസ്പെക്ട് ടു ആൻ ഈവൻറ്റ്. ഒരു ഈവൻറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിൽ വരുന്ന ഒരു പ്രോബബിലിറ്റിയാണ്, അല്ലെങ്കിൽ ആ സാമ്പിൾ സ്പേസിൻ്റെ അതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുമല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, ഈവൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയേണ്ടതാണ്, അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്ന ടേംസ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി എസ്റ്റിമേഷൻ യൂസിങ് റിലേറ്റീവ് ഫ്രീക്വൻസി. ഇനി നമുക്ക് റിലേറ്റീവ് ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോബബിലിറ്റീനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിന് പറയുന്നത്, പണ്ട് കുറച്ച് അപ്രോച്ചുകളൊക്കെ ആയിട്ടായിരുന്നു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നുണ്ട് റിലേറ്റീവ് ഫ്രീക്വൻസിയിൽ. അപ്പോൾ അതിൽ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ഫേവർ ഓഫ് ഈവൻറ്റ് എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഈവൻറ്റ്, അതിന് ഫേവർ ആയിട്ടുള്ള എത്ര ഒബ്സർവേഷൻ ഉണ്ട് നോക്കുക. ടോട്ടൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട്, അതിൽ തന്നെ ഫേവർ ആയത് എത്ര ഉണ്ട് നോക്കുമ്പോഴാണ് എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി എസ്റ്റിമേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, കമ്പനി ഹാസ് 1000 എംപ്ലോയീസ് ആൻഡ് എവറി ഇയർ അബൌട്ട് 200 എംപ്ലോയീസ് ലീവ് ദ ജോബ്. ആകെ 1000 എംപ്ലോയി ഉണ്ട്, പക്ഷെ എല്ലാ വർഷവും 200 പേരെങ്കിലും ജോബ് കിട്ടിയത് പോകുന്നുണ്ട്. അപ്പോൾ ഈ അട്രീഷൻ ഓഫ് എൻ എംപ്ലോയർ പെർ ആൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും, 200/1000. അപ്പോൾ 0.2% ആണ് അതിനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ ചെക്സ് എ ബാച്ച് ഓഫ് 1000 ലൈറ്റ് ബൾബ്സ്. ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾ ഒരു 1000 ലൈറ്റ് ബൾബുകൾ ചെക്ക് ചെയ്തു. ഷി ഫൈൻഡ്സ് ദാറ്റ് 20 ഓഫ് ദം ആർ ഡിഫക്റ്റീവ്. 1000 ബൾബ് ചെക്ക് ചെയ്തപ്പം 20 എണ്ണം അതിൽ കേടാന്ന് മനസ്സിലായി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ റാൻഡംലി സെലക്റ്റഡ് ലൈറ്റ് ലാമ്പ് ബൾബ് ഫ്രം ദിസ് ബാച്ച് ഈസ് ഡിഫക്റ്റീവ്. ഓരോ ബാച്ചിലും എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ടാവാന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈവൻറ്റിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു. ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ പണി എന്താ, സെലക്ടിങ് എ ഡിഫക്റ്റീവ് ലൈറ്റ് ലാമ്പ്. കേട് വന്ന ലൈറ്റ് ലാമ്പ് ഏതാ, ബൾബ് ഏതാന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. കൗണ്ട് ദ ഒക്കറൻസ് ഓഫ് ദ ഈവൻറ്റ്. എത്രയാണ്, 20 ലൈറ്റ് ബൾബ്സ് ഡിഫക്റ്റീവാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒക്കർ ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽ എത്ര നടത്തിനോ, ഓരോ എണ്ണം എടുത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് അതിൽ 20 എണ്ണം കേടാന്ന് മനസ്സിലായത്. അപ്പം എത്ര ട്രയൽ അവിടെ നടത്തിയിട്ടുണ്ടാവും, 1000 എണ്ണം ചെക്ക് ചെയ്തു. കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ്, എത്ര എണ്ണമാണോ കേട് വന്നത് ഡിവൈഡ് ബൈ അതിൻ്റെ ടോട്ടൽ. അപ്പോൾ 20/1000 പറയുമ്പോൾ 0.02 ആണ് എന്ത് പറയുന്നത്, ഡിഫക്റ്റീവ് ലൈറ്റ് ബൾബ് സെലക്ട് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ആ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തോളുക. ഈ മെട്രോളജിസ്റ്റ് റെക്കോർഡ്സ് ദ വെതർ കണ്ടീഷൻ. കാലാവസ്ഥ നിരീക്ഷകൻ വെതർ കണ്ടീഷൻ ഒരു സിറ്റിയിലത്തെ 365 ദിവസവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് 120 ദിവസങ്ങൾ മഴ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ എത്രയാണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പം തന്നെ നമുക്കറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ക്ലിയർ ആയി മനസ്സിലായില്ലേ, 120/365 ചെയ്താൽ മതി. 0.3288 എന്ന് വരും. അപ്പോൾ പ്രോബബിലിറ്റി റെയിൻ ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണ്, 32.8% ആണ് വരുന്നത്. ടോട്ടൽ എത്ര നോക്കുക, ടോട്ടലിൽ എത്ര എണ്ണം ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ആൾജിബ്ര ഓഫ് ഈവൻറ്റ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബോധരാവണ്ട എന്നുള്ളതാണ്. കാരണം ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനെ ബേസ് ചെയ്ത് വന്നിട്ടില്ല. പ്രോബബിലിറ്റിയുടെ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, ഇതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ആവണ്ട. ഇനി അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത്. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റുകൾ വരുന്നുണ്ട് പ്രോബബിലിറ്റിയുടെ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കൺസെപ്റ്റുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അത് ആ പ്രോബ്ലത്തിലൂടെ തന്നെ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു +2 കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് പറ്റിയ കാര്യങ്ങളൊന്നുമല്ല അവർ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ടഫാണത്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഞാൻ എടുത്ത കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്ന് കൊടുത്താൽ മതി. ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്താണെന്ന് ജസ്റ്റ് നോക്കുക. ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. അത് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ലൈക്ലിഹുഡ് ഓഫ് 2 ഈവൻറ്റ്സ് ഒക്കറിങ് ടുഗെദർ. 2 ഈവൻറ്റുകൾ ഒരേ സമയം സംഭവിക്കാനുള്ള അതിൻ്റെ സാധ്യത.
സെയിം പോയിന്റ് ഇൻ ടൈം, ഒരേ സമയത്ത് ഒരേപോലെ രണ്ട് ഈവൻറ്റുകളും സംഭവിക്കാനുള്ള സാധ്യതയെ അതാണ് ജോയിന്റ്. ജോയിന്റ് പറഞ്ഞാൽ എന്താ ഒന്നിലധികമുള്ള അല്ലേ. ഇറ്റ് ഈസ് എസെൻഷ്യലി ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇന്റർസെക്ഷൻ ഓഫ് ടു ഈവൻറ്റ്സ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും രണ്ടും കൂടി ഒരുമിച്ചാണ്. അപ്പോൾ അവിടെ ഇന്റർസെക്ഷൻ ആണ് ആ ഈവൻറ്റുകൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ട് ഈവൻറ്റ്, ഒന്ന് എയും ഒന്ന് ബി ആന്ന് വിചാരിക്കുക. അപ്പോൾ അത് ജോയിൻ്റ്ലി പറയുമ്പോൾ ഒരുമിച്ചാണ്. അപ്പോൾ അതിനെ പറഞ്ഞതാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻ എ ഇന്റർസെക്ഷൻ ബി ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ രണ്ട് ഈവൻറ്റുകളും ഒരുമിച്ച് സംഭവിക്കാനുള്ള അതിൻ്റെ സാധ്യത എന്തെന്ന് നോക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇത് അപ്ലൈ ചെയ്യുന്നതും ഫിനാൻസിലും ഇൻഷുറൻസിലും മെഡിസിനിലും മെഷീൻ ലേണിങ്ങിലും പ്രോബ്ലത്തിലൊക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ പറയണ്ടത് അറ്റ് ആൻ ഇ കൊമേഴ്സ് കസ്റ്റമർ സർവീസ് സെൻറ്റർ ആൻഡ് ടോട്ടൽ ഓഫ് 112 കംപ്ലയിൻറ്റ്സ് വർ റിസീവ്ഡ്. ഒരു ഇ കൊമേഴ്സ് സ്ഥാപനത്തിൽ കസ്റ്റമർ സർവീസ് സെൻറ്റർ 112 കംപ്ലയിൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 78 കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് അബൌട്ട് ദി ലേറ്റ് ഡെലിവറി ഓഫ് ദ ഐറ്റംസ്. ആ ഈ 112-ൽ 78 കസ്റ്റമറും കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ, വളരെ ലേറ്റ് ആണ് അവരുടെ ഡെലിവറി എന്നുള്ളതാണ് പറയുന്നത്. 40 പേര് കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ കസ്റ്റമർ കംപ്ലയിൻറ്റ് വിൽ ബി അബൌട്ട് ബോത്ത് ലേറ്റ് ഡെലിവറി ആൻഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. രണ്ടും കൂടി ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ കംപ്ലയിൻറ്റ് ഈസ് ഓൺലി അബൌട്ട് പുവർ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 112 കംപ്ലയിൻറ്റ് വന്നു, അതിൽ 70 ലേറ്റ് ഡെലിവറി, 78 ലേറ്റ് ഡെലിവറി, 40 പുവർ പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടും കൂടി ഉണ്ടാവാനുള്ള സാധ്യതയാണ്, രണ്ട് കംപ്ലയിൻറ്റും കൂടി വരാനുള്ളതും അതേപോലെ തന്നെ പുവർ ക്വാളിറ്റിയിൽ മാത്രമുള്ളത് കംപ്ലയിൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാലോ, ഇവിടെ ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് പേര് കൊടുക്കുക, ലേറ്റ് ഡെലിവറി എന്ന് കൊടുക്കാം. ബി എന്ന് പറയുന്ന രണ്ടാമത്തെ കംപ്ലയിൻ്റ് ആണ്, പുവർ പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് കൊടുക്കുക. അപ്പോൾ എൻ ഓഫ് എ ആൻഡ് എൻ ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ ഓഫ് എ എന്ന് പറയുന്നത് 78ഉം എൻ ഓഫ് ബി എന്ന് പറയുന്നത് 40 ആണല്ലോ, അത് ക്ലിയർ അല്ലേ. ടോട്ടൽ 112-ൽ എൻ ഓഫ് എ എന്ന് പറയുന്നത് 78ഉം എൻ ഓഫ് ബി എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 112 ആണ്. അപ്പോൾ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എത്ര വരിക, 118 മൈനസ് 112 ആയിരിക്കും ഉണ്ടായിരിക്കുക. 118 എന്ന് പറയുന്നത് എവിടുന്നാ, ഈ 78ഉം 40 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്, 118 വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത 118 ആണ്. അതിൽ എത്ര എണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കംപ്ലയിൻസ് 112 കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന്, അപ്പോൾ കോമൺ ആയിട്ട് രണ്ടും കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര കംപ്ലയിൻറ്റിലാണ് ഈ വന്നിരിക്കുന്ന കംപ്ലയിൻറ്റിൽ രണ്ടും കൂടി വന്നിരിക്കുന്നത് ഏതാ, 6 കംപ്ലയിൻറ്റിലാണെന്നുള്ളതാണ് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ കംപ്ലയിൻറ്റ് അബൌട്ട് ബോത്ത് ഡെലിവറി ആൻഡ് പുവർ പ്രൊഡക്റ്റ് ക്വാളിറ്റി രണ്ടും കൂടി വന്നിരിക്കുന്ന 6 കംപ്ലയിൻറ്റുകളിലാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പുവർ ക്വാളിറ്റിയുടെ മാത്രം ഉള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. പുവർ ക്വാളിറ്റിയുടെ പ്രോബ്ലം മാത്രം എന്ന് പറയുമ്പോൾ എത്ര എണ്ണം സംഭവിച്ചിരിക്കുന്നത്, രണ്ടും കൂടി എത്രയാണ് വന്നിരിക്കുന്നത്, 6. ഈ 6ആണല്ലോ വന്നിരിക്കുന്നത്. രണ്ട് പ്രശ്നങ്ങളും ഒരേ സമയം ഉണ്ടായിരിക്കണം. അതായത് പുവർ ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഡെലിവറി ലേറ്റും കൂടി, ആ രണ്ടും കൂടി ഉണ്ടായിരിക്കുന്ന 6 കാര്യങ്ങളിലാണ്. അപ്പോൾ ആ 6 ഡിവൈഡഡ് ബൈ എത്ര കംപ്ലയിൻറ്റ് വന്നിട്ട് ടോട്ടൽ 112 വന്നിട്ടുള്ളൂ. അപ്പോൾ 6/112. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ടോട്ടൽ എത്ര വന്നു, അതിൽ എത്ര എണ്ണത്തിലാണ് ഈ ഒരു പ്രശ്നമുള്ളത് നോക്കുമ്പോൾ 0.0535 ആൻസർ കിട്ടും. അപ്പോൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ പുവർ ക്വാളിറ്റി മാത്രം ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പുവർ ക്വാളിറ്റി ഉള്ളത് ഏതായിരുന്നു, 78 ആയിരുന്നു. ടോട്ടൽ എത്ര, 112 ആണ്. അപ്പോൾ 1 മൈനസ് 78/112 ചെയ്യുക. അപ്പോൾ ഇത് തമ്മിൽ ആദ്യം ഡിവൈഡ് ചെയ്യുന്നു, അതിനെ 1-ൽ നിന്ന് ലെസ് ചെയ്യുന്നു. അപ്പോൾ 0.3035. അപ്പോൾ ഈ പ്രോബ്ലവും പഠിക്കുക, ജോയിൻ്റ് പ്രോബബിലിറ്റിയും പഠിക്കുക, റിലേറ്റീവ് ഫ്രീക്വൻസിയും പഠിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൽ. അടുത്ത പ്രോബ്ലം ഇവിടെ പറയേണ്ടത്, ഒരു ഇ കൊമേഴ്സ് കസ്റ്റമർ സർവീസ് സെൻറ്ററിൽ 112 കംപ്ലയിൻസ് റിസീവ് ചെയ്തു. 78 കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്ത് ലേറ്റ് ഡെലിവറി ആണെന്നും 40 പേര് പുവർ പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്നുള്ളതും. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ആ ക്വസ്റ്റ്യൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ.
ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാർജിനൽ പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് നോക്കാം. ജോയിന്റ് പ്രോബബിലിറ്റി കഴിഞ്ഞു. ഇനി മാർജിനൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ പ്രോബബിലിറ്റി ഓഫ് എ സിംഗിൾ ഈവൻറ്റ് ഒക്കറിങ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഒക്കറൻസ് ഓഫ് അതർ ഈവൻറ്റ്സ്. ഒന്നിലധികം ഈവൻറ്റുകൾ ചിലപ്പോൾ സംഭവിക്കാം, പക്ഷേ മറ്റേത് ഈവൻറ്റ് നടന്നോ ഇല്ലയോ എന്ന് ബാധിക്കുന്നില്ല. അതിൽ ഒരൊറ്റ സിംഗിൾ ഈവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സമ്മിങ് ചെയ്യുകയാണ്. ജോയിന്റ് പ്രോബബിലിറ്റി രണ്ടും കൂടി നടക്കാനുള്ള സാധ്യതയെ അങ്ങോട്ട് മൊത്തത്തിൽ നമ്മൾ സം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാർജിനൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഈവൻറ്റ് എക്സ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ സാധ്യതയെ നമ്മൾ ഡിനോട്ട് ചെയ്യുക പി ഓഫ് എക്സ് എന്നാണ്. അവിടെ ബാക്കി എന്ത് ഈവൻറ്റ് നടന്നാലും ഇല്ലെങ്കിലും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ x1 എന്ന് പറയുന്നത് ലോൺ സ്റ്റാറ്റസ് ഡിഫോൾട്ട്, x2 എന്ന് പറയുന്നത് ലോൺ സ്റ്റാറ്റസ് നോൺ ഡിഫോൾട്ട്, y1 എന്ന് പറയുന്ന മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ, y2 പറയുന്നത് മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ്. അപ്പോൾ സ്റ്റാറ്റസിൽ അതിൽ തന്നെ ഒന്ന് സിംഗിളും ഒന്ന് മാരീഡും, പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് ഡിവോഴ്സ്ഡ് മൂന്നാമത്തത്. അപ്പോൾ ഇതെല്ലാം ഒരേ കാര്യത്തിൻ്റെ മൂന്ന് തരങ്ങളെക്കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ മാർജിനൽ പ്രോബബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 115/1000 അത്രയേ ഉള്ളൂ. ഇവിടെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പ്രോബ്ലത്തിൻ്റെ ബേസിസിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ, മാരി, ഡിവോഴ്സ്ഡ്, ലോൺ ഡിഫോൾട്ട് വരുത്തിയവരുണ്ട്, നോൺ ഡിഫോൾട്ട്. അതിൽ തന്നെ സിംഗിളുകാർ ഡിഫോൾട്ട് വരുത്തി ഇത്രയും, നോൺ ഡിഫോൾട്ട് വരുത്തിയും ടോട്ടൽ 300 സിംഗിളുകാരാണ് എടുത്തിരിക്കുന്നത്. അതിൽ വീഴ്ച പറ്റിയവരും പറ്റാത്തവരുണ്ട്. മാരീഡിലും ഇതേപോലെ ഉണ്ട്, ഡിവോഴ്സ്ഡിലും ഉണ്ട്. ടോട്ടൽ ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയെന്ന് വെച്ചാൽ പി ഓഫ് x1 എന്ന് പറയുന്ന ടോട്ടൽ 115 പേരാണ് ഡിഫോൾട്ടീസ് എന്ന് പറയുന്നത്. 115 എത്രയിലാണ്, 1000-ലാണ് വരുന്നത്. അപ്പോൾ 115/1000 ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കുകയെന്ന് വെച്ചാൽ എന്താണോ ക്വസ്റ്റ്യൻ. ഇപ്പോൾ x1, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കൂ. x1 ഫോൾട്ടും ഡിഫോൾട്ടും അല്ല, ഡിഫോൾട്ടും നോൺ ഡിഫോൾട്ടും, അത് x1 x2 കൊടുത്തു. മാരിറ്റൽ സ്റ്റാറ്റസിന് y1 y2 y3 എന്ന് കൊടുത്തു. ഇപ്പം നമ്മളോട് ചോദിച്ചാൽ x1 ആണ്. x1 പറയുമ്പോൾ ലോൺ സ്റ്റാറ്റസ് ഡിഫോൾട്ട് ഉള്ളതാണ്. ലോൺ സ്റ്റാറ്റസ് ഡിഫോൾട്ട് ഉള്ളത് എത്ര പേർക്കാണ്, 115 പേർക്കാണ്, 115/1000. ഇനി x2 ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നോൺ ഡിഫോൾട്ട് ആണ്. അപ്പോൾ അത് 885/1000 ആണ് വരിക. അതേപോലെ തന്നെ y1 ചോദിച്ചു കഴിഞ്ഞാൽ y1 എന്താണ്, സിംഗിൾ എത്ര പേര് എന്നുള്ളതാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ y1ലേക്ക് വരുമ്പം മൊത്തം എത്ര, 300 ആണ് വരിക. 300/1000 ചെയ്യാം. ഇനി y2 ചോദിച്ചു കഴിഞ്ഞാൽ 650/1000 ആണ്. y3 ചോദിച്ചു കഴിഞ്ഞാൽ 50/1000 ആണ്. അപ്പോൾ അത്ര ഇവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പ്രോബബിലിറ്റിയിൽ. പിന്നെ ഇത് പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലും പ്രോബബിലിറ്റി തിയറിയിലും മെഷീൻ ലേണിങ്ങിലും ഡിസിഷൻ മേക്കിങ്ങിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. റിലേറ്റീവ് ഫ്രീക്വൻസി എന്തായാലും പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് ജോയിൻ്റ് പ്രോബബിലിറ്റി ആണ്. അതേപോലെ പിന്നെ നോക്കേണ്ടതാണ് മാർജിനൽ പ്രോബബിലിറ്റി. ഈ ഒരു 3 കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ 3 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇതിന്ന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇതേ മോഡലുകൾ മാത്രമേ ബാക്കിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എക്സാമിന് നിങ്ങൾ അത്ര തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഓവറായിട്ട് മറ്റുള്ളത് ചെയ്ത് പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഇത് മാത്രം നോക്കി പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക്